അങ്ങനെ പരിമലപ്പള്ളിയിലെ പെരുന്നാൾ കൊടിയിറങ്ങിയ വിവരം എല്ലാവരും അറിഞ്ഞു കാണുമല്ലോ. അന്നേരം നമ്മളെ പ്ലാന്റും കാര്യങ്ങളും എല്ലാം അത്യാവശ്യം ഭയങ്കര ജനമായിരുന്നു. ഇന്നലെ തന്നെ ഏകദേശം ഒരു 3-3:30 മണി വരെ ആയിരുന്നു സെയിലുണ്ടായിരുന്നത്. അന്നേരം ഇനിയിപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ സെയിലാണ്. ഞായറാഴ്ച തിങ്കളാഴ്ചയോടുകൂടി തന്നെ പ്ലാന്റുകളെല്ലാം തിരിച്ച് പാക്ക് ചെയ്യുക. അന്നേരം ഞായറാഴ്ച തിങ്കളാഴ്ചയോടുകൂടി തന്നെ എല്ലാവർക്കും ആവശ്യമുള്ളവർക്കൊക്കെ പ്ലാന്റുകൾ വാങ്ങാനായിട്ട് പരിമലപ്പള്ളിയിൽ നമ്മളെ പഴയകാല വസതി, അതായത് അകത്ത് പഴയകാല വസതിയുണ്ട്. അതായത് അവിടെ വന്നു കഴിഞ്ഞാൽ ആവശ്യമുള്ള പ്ലാന്റൊക്കെ എടുക്കുക. അതേപോലെ മാവാട്ടെ, പ്ലാവ്, അതേപോലെ തന്നെ തെങ്ങ്, റംബുട്ടാൻ, അതേപോലെ തന്നെ കുറേ സാധനങ്ങൾ, കുറേ ഐറ്റം ഉണ്ട്. അതേപോലെ തന്നെ ചെമ്പരത്തി, കുറേ വെറൈറ്റി റോസുകൾ, ചെറിയ കവർ റോസ്. പിന്നെ തീരുന്ന പക്ഷം നിങ്ങൾ വരുമ്പം ചിലപ്പം എല്ലാം കഴിഞ്ഞിട്ട് എല്ലാം അവസാനം തീരുന്ന ആ ഒരു സമയത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നല്ല പ്ലാന്റുകളൊക്കെ തീർന്നെന്നിരിക്കാം. അത് പ്രത്യേകം ഒന്ന് പറഞ്ഞതാണ്. അതേപോലെ തന്നെ പ്ലാന്റുകളൊക്കെ വെക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ചെമ്പരത്തി എന്നൊക്കെ പറഞ്ഞാൽ അടിപൊളി മുട്ടൻ ചെമ്പരത്തി, അതേപോലെ തന്നെ ചെറിയ സൈസിലുള്ള ചെമ്പരത്തി, അങ്ങനെ ഒരുപാട് നല്ല തിരക്കായിരുന്നു. അന്നേരം ഏകദേശം ഒരു 500-600ഓളം ചെമ്പരത്തി കൊണ്ടുവന്നതിനകത്ത് ഇനി ഒരു 10-200 ചെമ്പരത്തി നല്ല അടിപൊളിയായിട്ട് ഇരിപ്പുണ്ട്. അതേപോലെ തന്നെ അതായത് ഞായറാഴ്ച കഴിഞ്ഞിട്ട് തിങ്കളാഴ്ചയൊക്കെ കൂടി നമ്മൾ പ്ലാന്റുകളെല്ലാം പാക്ക് ചെയ്ത് തിരിച്ച് നമ്മൾ നഴ്സറിയിലോട്ട് കൊണ്ടുപോകത്തുള്ളൂ. അങ്ങനെ മാന്നാറ് പരിമലപ്പള്ളിയിൽ നിന്നും നമ്മളൊരു ഞായറാഴ്ച തിങ്കളാഴ്ചയോട് കൂടിയൊക്കെ തന്നെ പാക്കിങ് നമ്മളെ നഴ്സറിയിലോട്ട് കൊണ്ടുപോകും. അതേപോലെ തന്നെ ആളൊക്കെ നിൽക്കുന്നത് നല്ല തിരക്കാണ്. അതേപോലെ തന്നെ പ്ലാന്റുകളെല്ലാം അതാണ് നടുക്കുവശത്തെല്ലാം കാലിയായി വരും. അന്നേരം അതനുസരിച്ച് നമ്മൾ ഇതാണ്ട് ഇപ്പോഴും കുറച്ച് പ്ലാന്റുകളൊക്കെ ആയിട്ട് അങ്ങോട്ട് പോവുകയാണ് നഴ്സറിയിലോട്ട്. ഫെനലോപ്സിസ് ഓർക്കിഡ്, അതായത് നമ്മളെ പള്ളിയുടെ അകത്ത് തന്നെ നമ്മൾ കുറച്ച് ഫെനലോപ്സിസ് ഓർക്കിഡൊക്കെ കൊടുത്തിട്ടുണ്ട്. അന്നേരം അവിടുന്ന് അച്ഛന്മാർ വന്ന് എടുത്തുകൊണ്ട് പോയ ഓർക്കിഡൊക്കെ നല്ല കളക്കന ഓർക്കിഡ്, അതായത് ഫെനലോപ്സിസിൻ്റെ നല്ല അടിപൊളി വെറൈറ്റി പ്ലാന്റുകൾ. അതേപോലെ തന്നെ റോസിൻ്റെ ആവട്ടെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഒരുപാട് പേര് നമ്മളെ ഈ പരിമലപ്പള്ളിയിൽ വന്ന് നമ്മളെ സബ്സ്ക്രൈബേഴ്സ് ഒരുപാട് പേര് നമുക്ക് കണ്ടിരുന്നു. അന്നേരം എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ നന്ദി. അതേപോലെ തന്നെ വള്ളി റോസ്, ചുമന്ന വള്ളി റോസ്, ഒരു ചേച്ചി വന്ന് ചുമന്ന വള്ളി റോസ് ചോദിച്ചു, നമ്മളെ ചാനൽ കാണുന്നതാണെന്ന് പറഞ്ഞു. അന്നേരം വീഡിയോ എടുത്തില്ല, പ്രത്യേകം നിങ്ങൾക്ക് എല്ലാവർക്കും കാണാൻ വേണ്ടിയിട്ട് നമുക്ക് ഫുൾ വീഡിയോ നമുക്ക് ഒരെണ്ണോടെ നമുക്ക് ചെയ്തിടാം. അതേപോലെ തന്നെ അതാണ് കണ്ടില്ലേ ചെമ്പരത്തികൾ തന്നെ നല്ല ഡാർക്ക് യെല്ലോ, അതേപോലെ വൈറ്റ്, അതേപോലെ ഹവായി വെറൈറ്റി എന്ന് പറയും. അതായത് പുറന്നു വരുന്ന വെറൈറ്റിയാണ് ഹവായി, വലിയ ഫ്ലവേഴ്സ് വരുന്നത്. അതേപോലെ തന്നെ അതിൻ്റെയൊക്കെ പ്ലാന്റുകൾ ഫ്ലവർ കണ്ടെടുക്കാം, അതാണ് അതിൻ്റെ പ്രത്യേകത. പൂക്കൾ കണ്ടെടുക്കാൻ വേണ്ടിയിട്ട് നേരെ ഇനി മാന്നാറ് കുറച്ച് ദിവസം കൂടെ, അതായത് ഞായറാഴ്ച തിങ്കളാഴ്ചയോടുകൂടിയൊക്കെ തന്നെ നമ്മളെല്ലാം പാക്ക് ചെയ്ത് പോവും. അതേപോലെ തന്നെ തെങ്ങൻ തൈ നല്ല ഓട്ടം, അതായത് ഇവിടെ പള്ളിയിൽ വരുന്നവർ തന്നെ ആ മുറ്റത്തുനിന്ന് ഒരു തെങ്ങൻ തൈയോ മാവോ ഒക്കെ മേടിച്ചുകൊണ്ട് പോകുമ്പോൾ അവർക്കും ഒരു സന്തോഷമാണ്. അതുപോലെ 3-3.5 കൊല്ലം മുമ്പ് നമ്മളിവിടെ വന്നിരുന്നു. കൊറോണ വരുന്ന ആ സമയത്തിന് മുമ്പായിട്ട് നമ്മളിവിടെ വന്നിട്ടുണ്ടായിരുന്നു. അന്നേരം 2-3 കൊല്ലം നമ്മളിവിടെ എക്സിബിഷൻ ചെയ്തിരുന്നു. അന്നേരം ആ ഒരു റെസ്പോൺസ് ആളുകളുടെ ഹൃദയം, കാര്യം എന്ന് പറഞ്ഞാൽ ഇതൊരു കാർഷിക മേഖലയാണ്. കാർഷിക മേഖലയാകുമ്പോഴത്തേക്ക് കൂടുതൽ കൃഷി വിഭവങ്ങൾ, അതേപോലെ തന്നെ ഡബിൾ സീസൺ കുടംപുളി നല്ല ഓട്ടമായിരുന്നു. നല്ല ഡബിൾ സീസൺ 2 സീസണിൽ കായ്ക്കുന്ന കുള്ളം കുടംപുളിയാണ് ഡബിൾ സീസൺ കുടംപുളി. അന്നേരം അതും ഇവിടെ ഭയങ്കര നന്നായിട്ട് തന്നെ ആളുകളെല്ലാം എടുത്തു. അതേപോലെ തന്നെ റോസ് തന്നെ നിരത്തി വെച്ചേക്കുവാണ്, തന്നെ വലിയ കവർ റോസ്, അതേപോലെ തന്നെ ചെറിയ കവർ റോസ് ഏകദേശമൊക്കെ കാലിയാവാറായി. ചട്ടിയിലുള്ള റോസ്, അതേപോലെ തന്നെ വലിയ ചട്ടിക്ക് ഏകദേശം തീരാറായി. അതേപോലെ തന്നെ തന്നെ നെല്ലി, ഇലിമ്പി, അതേപോലെ തന്നെ ശീമനെല്ലിക്ക, അരിനെല്ലിക്ക, അതേപോലെ തന്നെ കുറേ ഐറ്റം. അതേപോലെ ഡ്രാഗൺ ഫ്രൂട്ട്, അവിടെ തന്നെ ഡ്രാഗൺ ഫ്രൂട്ട് എങ്ങനെയാണ് വളർത്തുന്നതെന്ന് പള്ളിയിൽ തന്നെ നമ്മൾ അവിടെ ഡിസ്പ്ലേ സെറ്റ് ചെയ്തിട്ടുണ്ട്. അന്നേരം അതും എല്ലാം വന്ന് ഒരുപാട് ആളുകൾ വന്ന് കണ്ടു. അതാണ് രാത്രിക്ക് പോലും 3-3:30 മണി വരെ ആയിരുന്നു തിരക്ക്. ഒരുപാട് ആളുകൾക്ക് അറിയത്തില്ല പരിമലപ്പള്ളി എന്താണെന്ന്. അതായത് ഭയങ്കര വിശ്വാസം എന്ന് പറഞ്ഞാൽ കണ്ണൂരിൽ നിന്നും വയനാട്ടിൽ നിന്നും ഒക്കെ ആളുകൾ നടന്ന് ഇവിടെ വരും, വന്ന് അവിടെ പ്രാർത്ഥിക്കും. അത് ഭയങ്കര വിശ്വാസമുള്ള ഒരു പള്ളിയാണ്. അതേപോലെ തന്നെ ഫെനലോപ്സിസ്, ഇപ്പോൾ ഇരിക്കുന്ന ഫെനലോപ്സിസാണ് രാത്രി എടുത്ത വീഡിയോ ആണ്. അന്നേരം ഇന്നലത്തോടുകൂടി ഇത് കൊടി ഇറങ്ങി കഴിഞ്ഞിട്ടാണ് കാര്യം, വണ്ടി പോലും അകത്തോട്ട് കയറാൻ വേണ്ടി ഞങ്ങൾ കഷ്ടപ്പെടുമായിരുന്നു. കാര്യം അതാണ്ട് ഇത്തരത്തിലാണ് തിരക്ക് പോകുന്നുണ്ട്. അതാണ് പള്ളി. ആ പള്ളിയിലോട്ട് കയറാൻ വേണ്ടി വരുന്ന റാസ് പോകുന്നതും അതേപോലെ തന്നെ ആ തിരക്കിനിടയിൽ കൂടെ വണ്ടി പോയിട്ട് ആളുകൾക്ക് ബൈക്കോ ഒന്നും അകത്തോട്ട് കയറ്റാൻ പോലും പറ്റത്തില്ലായിരുന്നു. ഇനിയാണ് ആളുകൾ ഇറങ്ങുന്നത് ചെടി വാങ്ങാനായിട്ടും അതേപോലെ തന്നെ പൊരിപ്പ് മേടിക്കാനോ ആണെങ്കിലും ഒക്കെ ഒരുപാട് ആളുകൾ ഇപ്പം ഞായറാഴ്ച അകത്താണ്, നമ്മുടെ നഴ്സറി ഉള്ള അകത്താണ്, അകത്തോട്ടും ഒക്കെ ഇതേപോലെ വരും. അതേപോലെ തന്നെ ഇതാണ് തിരക്ക്, ഒരു രക്ഷയില്ലാത്ത തിരക്കാണ് വരുന്നത്. അതിനകത്ത് ആളുകൾ ഇങ്ങനെ വന്ന് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം പർച്ചേസ് ചെയ്ത് പോകുന്നത്. അതിനിടയിൽ കൂടെ ഒന്ന് നടക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പം അത് കഴിഞ്ഞിട്ടാണ്, ഇതായത് നമ്മൾ ഈ പെരുന്നാൾ കഴിഞ്ഞിട്ട് ഒരാഴ്ചയോളം കൂടിയിട്ടാണ് നമ്മൾ ഈ പ്ലാന്റുകളെല്ലാം
നമ്മളിവിടുന്ന് സെയിൽ ചെയ്യുന്നത്. സെയിൽ ചെയ്തതിന് ശേഷമാണ് നമ്മൾ നേഴ്സറിയിലോട്ട് വന്ന് ഒരുപാട് കുടുംബങ്ങൾ കഴിയുന്നതാണ്. അതാണ് മെയിനായിട്ട് വരുന്നത്. ഏകദേശം ഒരു 10-25ഓളം കുടുംബങ്ങൾ നമ്മൾ നേഴ്സറി തന്നെ എടുത്തു കഴിഞ്ഞാൽ അത് ഏകദേശം ഒരു 10-25-30ഓളം കുടുംബങ്ങൾ ഇതിനകത്തൂടാണ് നമ്മൾ കഴിഞ്ഞു പോകുന്നത്. അതേപോലെ തന്നെ ഒരുപാട്, അതായത് ആ പറമ്പിൽ വരുന്ന ഏകദേശം ബലൂൺ കടക്കാരനാവട്ടെ, അതേപോലെ തന്നെ എന്താ പറയുക, ജ്യൂസ് ഉണ്ടാക്കി വിൽക്കുന്നവർ മുതൽ ഇങ്ങോട്ടുള്ള ഒരുപാട് ആളുകളുടെ ഒരു ആശ്രയമാണ് ഈ പള്ളി എന്ന് പറയുന്നത്, അല്ലേ? ഒരുപാട് കുടുംബങ്ങൾ കഴിയുന്ന ഒരു സംരംഭമാണ്. അന്നേരം എല്ലാവരുടെയും ഒരു ഭയങ്കര ജനസാഗരമെന്ന് തന്നെ പറയാം. രാത്രിയൊന്നും നമുക്ക് വീഡിയോ ഒരുപാട് എടുത്തിടാൻ പറ്റിയില്ല. അതേ ഒരു ഫ്ലോയിൽ ഇങ്ങനെ ആളുകൾ നിൽക്കുമായിരുന്നു. അന്നേരം നമ്മളെ സബ്സ്ക്രൈബേഴ്സിന് ഇതെല്ലാം ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടും, അതേപോലെ തന്നെ ഈ പള്ളിയെപ്പറ്റി അറിയാത്തവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒന്ന് വന്ന് കാണാനായിട്ട് ശ്രമിക്കാം. എല്ലാ മതസ്ഥർക്കും കയറാനും അതേപോലെ തന്നെ പ്രാർത്ഥിക്കാനും ഒക്കെ ആയിട്ട് ഉള്ളൊരു പള്ളിയാണിത്, പരുമല പള്ളി. സമയം പോലെ എപ്പോഴെങ്കിലുമൊക്കെ വരുന്ന സമയത്ത് ഒന്ന് വന്ന് കാണാനായിട്ടും ശ്രമിക്കുക. അന്നേരം ഈ വീഡിയോ നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. അന്നേരം ഇതേപോലുള്ള നല്ല നല്ല വീഡിയോകൾ ഇനിയിപ്പോൾ ഒരുപാട് വരുന്നുണ്ട് കേട്ടോ. ട്രിവാൻഡ്രം ഫ്ലവർ ഷോ വരുന്നുണ്ട്. അതേപോലെ തന്നെ ചിലപ്പം കോട്ടയം ഫ്ലവർ ഷോ ചിലപ്പം കാണാൻ സാധ്യതയുണ്ട്. അന്നേരം ഇതേപോലെ സമയമുള്ള വഴിക്ക് നമ്മളിങ്ങനെ വീഡിയോയിലാക്കി ഇടുന്നതാണ്. നമ്മൾ ആ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ, അതേപോലെ തന്നെ ബെൽ ബട്ടനും കൂടെ ഒന്ന് അമർത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുതിയ വീഡിയോകൾ വരുന്ന അറിയാൻ പറ്റും. അതേപോലെ തന്നെ ചെടികളുടെ കെയറിനെ പറ്റിയിട്ടാണ് കൂടുതൽ നമ്മൾ ചാനലിൽ വീഡിയോ ഇടുന്നത്. പക്ഷേ ഇന്ന് നമ്മളൊന്നും പറഞ്ഞില്ല, അതുകൊണ്ട് നമ്മളിപ്പോൾ പറയുന്നു. അന്നേരം ഇതേപോലെ പൂ നിൽക്കുന്ന സമയത്ത് പ്ലാന്റ് മേടിച്ചുകൊണ്ട് എല്ലാവരും പോകും. അന്നേരം ആ പ്ലാന്റ് മേടിച്ചുകൊണ്ട് വീട്ടിൽ പോയതിന് ശേഷം അതിനെന്ത് ചെയ്യണം, അതും കറക്റ്റായിട്ട് പൂ പൊഴിയുമ്പോൾ 2.5 താഴെ വെച്ച് പ്രൂൺ ചെയ്യണം. അതേപോലെ തന്നെ വളം കൊടുക്കണം. ചാണകപ്പൊടി, എല്ലുപൊടി, വേപ്പിണ്ണാക്ക് എല്ലാം കൂടെ മിക്സ് ചെയ്ത് സ്വല്പം ഇട്ട് കൊടുത്തിട്ട് പ്ലാന്റിൻ്റെ മേൽമണ്ണ് ഇളകി കൊടുത്തു കഴിഞ്ഞാൽ പ്ലാന്റിന് നല്ലപോലെ എയർ സർക്കുലേഷൻ കിട്ടും, പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ട് വളർന്നു കിട്ടും. അതും കൂടെ ഒന്ന് ഓർക്കുക. അതേപോലെ തന്നെ പ്ലാന്റിന് പൂ പിടിക്കാൻ വേണ്ടിയിട്ട് NPK മിക്സ്ചർ കൊടുക്കുക. ഡൈഅമോണിയം ഫോസ്ഫേറ്റ് കായ്ക്കുന്ന ചെടികൾക്കും പൂക്കുന്ന ചെടികൾക്കും ഏറ്റവും നല്ല വളമാണ് ഡൈഅമോണിയം ഫോസ്ഫേറ്റ്. അത് മാത്രമായിട്ട് കൊടുക്കരുത്, ഇടയ്ക്ക് ജൈവവളം കൂടെ കൊടുക്കണം. എന്നെങ്കിൽ മാത്രമേ പ്ലാന്റ് ഡാമേജ് വരാതെ ഇരിക്കത്തുള്ളൂ. അന്നേരം അതും കൂടെ പ്രത്യേകം നിങ്ങൾ ഓർക്കണം. ഡൈഅമോണിയം മാത്രമായിട്ട് കൊടുക്കരുത്. ഒരു 10 ദിവസം ഗ്യാപ്പിട്ട് മറ്റുള്ള വളങ്ങളും കൂടെ കൊടുക്കുക. എന്നാലേ പ്ലാന്റ് അത് ഉഷാറായിട്ട് നിൽക്കത്തുള്ളൂ. അന്നേരം അതും കൂടെ ഒന്ന് ഓർക്കുന്നു. അതേപോലെ തന്നെ ഫംഗിസൈഡായിട്ട് നമുക്ക് ഇൻഡോഫില്ലം 45 1 ലിറ്റർ വെള്ളത്തിൽ 1 സ്പൂൺ ഇട്ട് നല്ല വൃത്തിയാവണ്ണം കലക്കിയതിന് ശേഷം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഇലയുടെ അടിവശത്തും കൂടെ വീഴുവാണെന്നുണ്ടെങ്കിൽ നല്ലതാണ്. ഫംഗസ് മാറാൻ ഏറ്റവും ഉത്തമമാണ്. അതേപോലെ തന്നെ ഇൻസെക്റ്റ് വരാതിരിക്കാൻ വേണ്ടി ഇൻസെക്ടിസൈഡായിട്ടുള്ള റീവ അല്ലെങ്കിൽ റീവോഡ് ഏതെങ്കിലും ഒന്ന് 1 ലിറ്റർ വെള്ളത്തിനകത്ത് ഒരു 5 മില്ലിയെങ്കിലും മിനിമം എടുത്ത് നല്ല വൃത്തിയാവണ്ണം കലക്കിയിട്ട് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. അത് ഇലയുടെ അടിവശത്ത് വേണം കേട്ടോ. ഈ പ്രാണികളെല്ലാം ഇലയുടെ അടിവശത്തൊക്കെ ആയിരിക്കും കൂടുതലും ഇരിക്കുന്നത്. അതുകൊണ്ടൊന്ന് പ്രത്യേകം നോട്ട് ചെയ്യുക. അന്നേരം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും എന്ന് വിശ്വസിക്കുന്നു. അന്നേരം ഇതിലും നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണും വരെ എല്ലാവർക്കും ശുഭദിനം നേരുന്നു. അതേപോലെ തന്നെ നിങ്ങൾ വിലപ്പെട്ട നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. അന്നേരം നിങ്ങളെ കൂട്ടുകാരിലേക്ക് കൂടി ഈ വീഡിയോകൾ എത്താൻ വേണ്ടി മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യുന്ന അറിയാം, എന്നാലും ഒന്ന് പ്രത്യേകം ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. അന്നേരം എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി. അന്നേരം പറ്റുന്നവർ, അതായത് മാന്നാറൊക്കെ വരുന്നുണ്ടെങ്കിൽ നമ്മളെ നഴ്സറിയിലൊക്കെ ഒന്ന് കയറി ആവശ്യമുള്ള സാധനങ്ങൾ തീരുന്നതിന് മുമ്പ് വാങ്ങാനായിട്ട് ശ്രമിക്കുക. താങ്ക് യു.